ആശൂറാ ദിനത്തിൽ ചൊല്ലേണ്ട ദിക്റുകൾ. ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ 70 പ്രാവശ്യം ചൊല്ലുക. ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ അഅല, ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. അല്ലാഹുമ്മ റസുഖ്നാ കമാലൽ ഹുസ്ന വ സആദത്തൽ ഉഖ്ബ വ ഖൈറൽ ആഖിറതി വൽ ഊല 300 പ്രാവശ്യം ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അളീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം 1000 പ്രാവശ്യം ചൊല്ലുക. പരിശുദ്ധമായ മുഹറം 10-ന് നോമ്പ് അനുഷ്ഠിക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അടുത്ത വർഷം ഞാൻ ഉണ്ടെങ്കിൽ ലഅസൂമന്ന താസിഅ, മുഹറം 9-നും നോമ്പനുഷ്ഠിക്കും. മദീനത്ത് ചെന്ന സമയത്ത് ജൂതന്മാർ നോമ്പനുഷ്ഠിക്കുന്നത് കണ്ട മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൻ്റെ കാരണം അവരോട് അന്വേഷിച്ചപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാമിനെയും ജനങ്ങളെയും ഫിർഔനിൽ നിന്നും അവൻ്റെ പട്ടാളക്കാരിൽ നിന്നും രക്ഷപ്പെടുത്തിയതിന് നന്ദിയായിട്ടാണ് ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ യഹൂദികളോട് വൈരുദ്ധ്യമാകാൻ വേണ്ടി ഞാൻ അടുത്ത വർഷം ഉണ്ടാവുകയാണെങ്കിൽ മുഹറം 9-നും നോമ്പനുഷ്ഠിക്കുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് മുഹറം 9-ഉം 10-ഉം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ മുഹറം 10-ഉം 11-ഉം നോമ്പനുഷ്ഠിക്കണം. മുഹറം 10 മാത്രമല്ല, അതിനോടുകൂടെ മുന്നെയോ പിന്നെയോ തുടർത്തി നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഈ നോമ്പിന് കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള കഴിവുണ്ട് എന്ന് മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായിട്ട് കാണാം. അല്ലാഹു തആല ആ നോമ്പനുഷ്ഠിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.